ഓർമ്മയുണ്ടോ എന്നെ? അന്ന് ബാറിൽ വെച്ച്. ഓ, ഇവിടെ എന്താണാവോ? അതെന്ത് ചോദ്യമാ സാറേ? അന്ന് ബാറിൽ വെച്ച് സാറിനെ പരിചയപ്പെടാൻ വന്നപ്പോ എന്നെ സാർ അപമാനിച്ചു, തല്ലി. അത് സാറിന്റെ നാടായിരുന്നു, ഇതെന്റെ നാടാ. ഇവിടെ സാറ് വരുമ്പോ അന്നത്തെ തല്ലിന് പകരം ചോദിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാറേ? അതുകൊണ്ട് ഇതൊരെണ്ണം പിടിക്ക്, നല്ല ഐശ്വര്യമായിട്ട്. നീയൊക്കെ പ്രതികാരം ചെയ്യാൻ വന്നോണാടാ. ഹലോ ഹലോ, റിസപ്ഷനിൽ നിന്നാണ്. നിങ്ങളുടെ ഹസ്ബൻഡിനെ 3-4 പേർ ചേർന്ന് അടിക്കുന്നു. വേഗം വാ. പിടിക്കണവനെ. എവിടെ മാഡം? ദാ അവിടെ. ഓടിക്കോ. വല്ലതും പറ്റിയോ? ഇല്ല. ആരാ അവര്? നീ എന്തിനാ താഴേക്ക് വന്നത്? ഇവിടുന്ന് വിളിച്ചിട്ടാ. എന്താ എന്താ പ്രശ്നം? സർ, 3-4 പേര് ചേർന്ന് ഒരാളെ ആക്രമിച്ചു. എന്നിട്ട് അവരെവിടെ? ദാ അവിടെ ഇരിക്കുന്നു. സർ, ഞാൻ നീൽ മഹേഷ്. ആളിനെ കണ്ട തിരിച്ചറിയോ? അറിയാം സർ. ബുദ്ധിമുട്ടില്ലെങ്കിൽ സ്റ്റേഷനിൽ വന്നൊരു പരാതി എഴുതരണം, ഞങ്ങൾ അന്വേഷിക്കാം. ശരി സർ. ഇതാരാ? കൂടെയുള്ളതാ. അത് മനസ്സിലായി. നിങ്ങളുടെ ആരാണെന്നാ ചോദിച്ചത്. വൈഫാ. എന്നിട്ടാണോ പറയാൻ മടി? ഈ കുട്ടിയുള്ളോണ്ടാണ് സാറേ നീൽ സാറ് കൂടുതൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടത്. ഓഹോ, വെരി ഗുഡ്. സ്ത്രീകളായാൽ ഇങ്ങനെ വേണം. ഏതായാലും ഒരു കംപ്ലൈന്റ് തന്നേക്ക്. ശരി സർ. കലക്കി മാഡം, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അടുത്ത വല്ല ആശുപത്രി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവായിരുന്നു. എന്തിനാ? ഏട്ടന് ചെക്കപ്പ് ചെയ്യാൻ. എനിക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. നീ വന്നതുകൊണ്ടാ, അല്ലാതെ അടിച്ച അവന്മാരെ താഴെയിട്ടാണ്. നീ ഇവിടെ നിന്നാ മതി. ഞാൻ പോയി പരാതി കൊടുത്തിട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ശരി.
ഇവളുടെ പുതിയ കഥ കേട്ടോ. കുറെ ഗുണ്ടകൾ വന്ന് ഇവളെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇവളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. കൈക്കരുത്തിന്റെ ബലത്തിൽ അവരെ തല്ലി വീഴ്ത്തി ഇവള് രക്ഷപ്പെടുന്നു. എങ്ങനെ ചിരിക്കാതിരിക്കും? നുണ പറയുമ്പോഴെങ്കിലും ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണ്ടേ? അതുപോട്ടെ, ഇവള് പറയുന്ന വിഡ്ഢിത്തം മുഴുവൻ വിശ്വസിക്കാൻ ഞാനത്ര മണ്ടനൊന്നുമല്ല. അതല്ല പ്രശ്നം. ഗുണ്ടകളെ അയച്ചത് നീയാണത്രേ, ഞങ്ങളുടെ ആ ട്രിപ്പ് മുടക്കാൻ. അതിനുവേണ്ടി കാശ് കൊടുത്ത് നീ ഇറക്കിയതാണത്രേ. ഞാനോ? വെറുതെ ഇല്ലാത്തത് പറയല്ലേ സ്വാതി. ഇല്ലാത്തതൊന്നും അല്ല, ഗുണ്ടകൾ എന്നോട് പറഞ്ഞത് അങ്ങനെയാ. തെളിവും കാണിച്ചു തന്നു. തെളിവോ? ഓ, ഞാൻ ഗുണ്ട ഫീസ് കൊടുത്തതിന്റെ രസീതായിരിക്കും. അല്ല, ഗൗരി അവരെ വിളിച്ചതിന്റെ ഫോൺ രേഖകള്. പിന്നെ ചുമ്മാ തന്നീലേ? ഞാൻ വിളിച്ചെന്നോ? എന്തിന്? ദേ, വെറുതെ ഇവള് കള്ളം പറയുന്നതാ. ഇത് തന്നെയാ ഗുണ്ടകളും ആദ്യം പറഞ്ഞത്. പിന്നെ കൊടുക്കേണ്ട വിധത്തിൽ കൊടുത്തപ്പോഴാ സത്യം പറഞ്ഞത്. അവർക്ക് കൊടുത്തതിന്റെ ബാക്കി എന്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ തരാം. അപ്പൊ സത്യം താനെ പുറത്തു വന്നോളൂ. നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണ്ടേ ഗൗരി? അല്ലെങ്കിൽ ഏട്ടന്റെ മുമ്പില് ഞാനല്ലേ മോശക്കാരിയാവുന്നേ? നിന്റെ നിരപരാധിത്വം തെളിയിക്കാനൊന്നും കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല. എവിടെയോ പോയി നടന്നിട്ട് എന്നെ പ്രതിയാക്കുന്നോ? പ്രതിയാക്കിയതല്ല, ഇതാ സത്യം. മൊബൈലിൽ നിന്ന് നമ്പർ ഫുള്ളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം. അതുകൊണ്ട് അതിന്ന് ഇനിയിപ്പൊ കണ്ടുപിടിക്കാൻ പ്രയാസം. പക്ഷെ സത്യം പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ തടിയും കൊണ്ട് ജീവിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ഇല്ല, സത്യം പറയാതെ ഇവിടെ വിടുന്ന പ്രശ്നമില്ല. ആദ്യം സത്യം പറയടി, എന്നിട്ട് വിടാം. ഞാൻ പറയാം. ഞാനാ അവരെ ഏർപ്പാടാക്കിയത്. കേട്ടല്ലോ, ഇപ്പോഴെങ്കിലും വിശ്വാസം ആയല്ലോ. ഞാൻ ആരോടും ഒരു നുണയും പറഞ്ഞിട്ടില്ല. എല്ലാവരും എന്നോടാ നുണ പറഞ്ഞത്. ഇത് തെളിയിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഭാര്യയായിട്ട് കഴിയുന്നതിൽ എന്താ കാര്യം? സത്യം തുറന്നു പറഞ്ഞപ്പോ ഏട്ടൻ എന്നെ ആശ്വസിപ്പിക്കുമെന്നാ ഞാൻ കരുതിയത്. സാരമില്ല, ഇപ്പൊ എല്ലാം ബോധ്യായല്ലോ. മനസ്സുകൊണ്ടുപോലും ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഈ വീട്ടിൽ കഴിയുന്ന. ഇനിയെങ്കിലും ഏട്ടൻ അത് മനസ്സിലാക്കണം. നീ ശരിക്കും സംഭവിച്ചെന്താണ്? മതി, എനിക്കൊന്നും കേൾക്കണ്ട. ദേഷ്യമുണ്ടോ നീൽ എന്നോട്? സത്യത്തില് ഞാനല്ല തെറ്റുകാരി. പുതിയ നുണ പറയാൻ തുടങ്ങാണോ? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? സ്വാതി എനിക്ക് ഇഷ്ടമല്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. എന്നിട്ടും എന്തിനാ ഇതുപോലുള്ള പണികളുമായിട്ട് പുറകെ വരുന്നത്? വന്നത് അതെനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ വേദ പറഞ്ഞിട്ടാ. വേദയോ? അതെ, വേദ. നിങ്ങൾ ഹണിമൂണ് പോയെന്ന് അറിഞ്ഞപ്പോ തൊട്ട് അവള് ഭയങ്കര ടെൻഷനില്ല. അവളുടെ ടെൻഷൻ കണ്ടപ്പോ ഞാൻ... അതിന് വേദ ഇവിടെ ഇല്ലല്ലോ. ആര് പറഞ്ഞു? അവള് പോയിന്ന് വേദയുടെ വീട്ടുകാര് കള്ളം പറഞ്ഞതാ. അവൾ എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഞങ്ങള് തമ്മില് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. സത്യാണോ നീ പറയുന്നത്? അതെ. അപ്പോ വേറെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞത് അതും നുണയാണോ? അതെ. നീലിന്റെ സ്ഥാനത്ത് അവൾക്ക് വേറൊരാളെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. പിന്നല്ലേ കല്യാണം. അവളുടെ ഉള്ളില് ഇപ്പോഴും നീല. പറഞ്ഞതുപോലെ ഒരു കൊല്ലത്തിനുള്ളിൽ നീല് തിരിച്ചു വരുന്ന അവൾ വിചാരിക്കുന്നുണ്ട്. പുറത്തങ്ങനെ പറയുന്നില്ലെങ്കിലും.
പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. 2 ദിവസത്തേക്ക് ഞാനിവിടെ കാണില്ല. നോർത്തിൽ നിന്ന് വരുന്നവർക്ക് യാതൊരു കുറവും ഉണ്ടാകരുത്. ഓക്കെ സർ. എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? പിന്നില്ലേ, വേദരചനല്ലേ. ഹായ്. നിങ്ങളുടെ മോൻ കാരണം എന്റെ മോളുടെ ജീവിതമാണ് തകർന്നേ. അവൻ വേറൊരുത്തി കെട്ടിയാലെങ്കിലും ശല്യം തീരുന്നു വിചാരിച്ചു. അത് വെറുതെ. മനസ്സിലായില്ല. മക്കളെ വളർത്തുമ്പോ അന്തസ്സായിട്ട് വളർത്തണം, അല്ലെങ്കിൽ ഇതുപോലെ കേൾക്കേണ്ടി വരും. ജാസ്മിൻ പൊക്കോളൂ. ഓക്കെ സർ. നീൽ എന്ത് ചെയ്തെന്നാ? അവൻ എത്ര പെണ്ണുങ്ങളെ വേണം? കല്യാണം കഴിഞ്ഞിട്ട് ദിവസം കുറച്ചില്ലായിരുന്നു. അവനെതിരെ എന്റെ പെങ്ങളെ കാണാൻ പാതിരാത്രി വീട്ടിലേക്ക് വരുന്നേ. നീല് അവൻ വേദയെ കാണാൻ വന്നിരുന്നു. കൈയും കാലും തല്ലി ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, നിങ്ങളെ ഓർത്തിട്ടാ വേണ്ടെന്ന് വെച്ചത്. ഇനി ഇത് ആവർത്തിച്ച ആ സെന്റിമെന്റ്സ് ഞങ്ങളങ്ങ് മറക്കും. എന്താ എന്താ ഇപ്പൊ പ്രശ്നം? ഇയാളുടെ മോന്റെ കല്യാണം കഴിഞ്ഞു, എന്നാലും അവൻ എന്റെ പെങ്ങളെ വേണം. കേറി വന്നിരിക്കുക ഇന്നലെ രാത്രി. ആരും അറിയാണ്ട് മതിലും ചാടി. ഭാഗ്യത്തിന് കണ്ടു. സംസ്കാരമില്ലാത്തവൻ. സഹിക്കാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ സഹിച്ചു. ഇനി വന്നാ അവൻ വിവരം അറിയും. പീസാക്കും. എന്നിട്ട് വല്ല പുഴയിലോ കടലിലോ കൊണ്ടുപോയി താഴ്ത്തും. ഇടവും മക്കളെ ഉണ്ടാക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, അവരെ നന്നായിട്ട് വളർത്താനും അറിയണം. അത് നല്ല തന്തമാരുടെ ലക്ഷണമാണ്. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. മാപ്പും കോപ്പൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. അവരെ നിലയ്ക്ക് നിർത്തിയ നിങ്ങൾക്കുള്ള. ഇനി ഇങ്ങനൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ചോദിച്ചു കേട്ടില്ലേ? മറുപടി പറയാൻ. വേദയുടെ വീട്ടില്. കല്യാണം കഴിച്ച് ഭാര്യ ഉള്ളൊരുത്തനാ നീ. ആ നീ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ വീട്ടിൽ പാതിരാത്രി മതിലടി കയറില്ലടാ. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? സത്യമാണോടാ? വേദ എന്റെ പെണ്ണ. അവളെ കാണണമെന്ന് തോന്നി ഞാൻ പോയി. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊന്നുകളയാൻ ഞാനിവനെ. ആ പെണ്ണിന്റെ അച്ഛനും ആങ്ങളെയും വന്ന് എന്നെ പറയാത്ത ചീത്തയില്ല. എന്താ നീല ഇങ്ങനെയൊക്കെ? നീ എന്തിനൊക്കെയുള്ള പുറപ്പാടാ? എന്നെ ആരും നിയന്ത്രിക്കണ്ട. നിയന്ത്രിച്ചാലും ഞാൻ തോന്നിയത് ചെയ്യൂ. വേദയുടെ കാര്യത്തിലും എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങളുണ്ട്. അത് ഞാൻ നടപ്പാക്കും. ആരെതിർത്താലും ശരി, ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി. അവൻ അവൻ നമ്മുടെ മാനം കെടുത്ത് മാലതി. എന്തിനെങ്ങനെ നീലിനെ മാത്രം എല്ലാരും കുറ്റപ്പെടുത്തുന്നത്? ഭാര്യയുള്ളൊരു പുരുഷൻ നട്ടപ്പാതിരാത്രിക്ക് വേറൊരു പെണ്ണിന്റെ മുറി കയറി ചെല്ലണമെങ്കിൽ അതാരുടെ കുഴപ്പം കൊണ്ടായിരിക്കും? ഭാര്യയെന്നും പറഞ്ഞ് നടക്കുന്നൊരുത്തി ഉണ്ടല്ലോ ഇവിടെ. അവള് കൊള്ളാറുന്ന ആളായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല സംഭവിക്കും ഇവിടെ? ഏട്ടത്തിയെ കുരിശു കയറ്റാൻ നോക്കണ്ട. കുറ്റം നീലിന്റെ തന്നെയാ. എങ്ങനെ ന്യായീകരിക്കാൻ നോക്കിയാലും അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. അതിന്റെ കാരണം ഞാൻ ചോദിച്ചത്. ഭാര്യയായിട്ട് വന്നു കയറുന്ന ഒരു പെണ്ണ് വേണം ഭർത്താവിനെ നേരെയാക്കി എടുക്കാൻ. അത് വലുത് ഈ വീട്ടിൽ നടക്കുന്നുണ്ടോ? പർവ്വതം പോലെ നടക്കുന്നുണ്ടല്ലോ. നല്ല ശരീരം മാത്രം ഉണ്ടായ പോരാ, നല്ല മനസ്സും വേണം. എങ്കിലേ ഭർത്താക്കന്മാര് നന്നാവൂ. നീ മിണ്ടരുത്. ഇവരുടെ ഹണിമൂൺ പൊളിക്കാൻ വേണ്ടി ഗുണ്ടകളെ അയച്ചത് നീയല്ലേ? നിനക്ക് സംസാരിക്കാനുള്ള ഒരു അർഹതയില്ല. ഗുണ്ടകളെ അയച്ചതേ ഞാനല്ല. മോനിപ്പ ചെന്ന് കയറിയില്ലേ, അവളാ വേദ. അതെന്തിനാ അവൾ അങ്ങനെ ചെയ്തേ? അത് അവളോട് ചെന്ന് ചോദിക്കും. നിങ്ങൾ നീലിനെ തല്ലിയതുകൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല. നടക്കാനുള്ളത് നടക്കേണ്ട സമയത്ത് നടക്കുക തന്നെ ചെയ്യും. അത് ആരെതിർത്താലും നടക്കും. നീലിനോട് നിങ്ങൾക്കൊക്കെ ഒരു അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക ഇപ്പൊ വേണ്ടത്. കാശ് കൊടുത്ത് അഭിനയിക്കേണ്ട ഗതികേടൊന്നും എന്തായാലും നീലിനില്ല. ഉണ്ടോ?
ഇത് കടമല്ലേ, തിരിച്ചു തരാന്നല്ലേ അയാൾ പറഞ്ഞത്. അതിന് വല്ല ഉറപ്പുണ്ടോ? ആ സംവിധാനെ കുറിച്ച് ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറ്റിക്കുന്ന ഒരാളല്ല കക്ഷി. മാത്രമല്ല ആ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. അതിൽ അഭിനയിച്ച എൻ്റെ കരിയറിന് തന്നെ ഒരു വലിയ ബ്രേക്ക് ആയിരിക്കും. പക്ഷെ 10 ലക്ഷം എവിടെ നിന്നുണ്ടാക്കും? അച്ഛനോട് ചോദിക്കാമെന്ന് വെച്ചാൽ ഈ നേരത്തെ അത് വേണ്ട. ഒന്നാമതേ സ്വാതിയുടെ പേരിൽ 1-2 പറഞ്ഞ് തെറ്റി നിൽക്കുന്ന സമയമാണ്. ഈ നേരത്തെ കാശ് ചോദിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പിന്നെ എവിടെ നിന്നുണ്ടാക്കും? ചെറിയ തുകയൊന്നുമല്ല. ഒരു വഴിയുണ്ട്. സ്വാതിയുടെ സ്വർണം പണയം വെക്കണം. സംവിധായകൻ കാശ് തരുമ്പോൾ അത് തിരിച്ചെടുത്തു കൊടുക്കാം. 25 പവൻ വെച്ചാലൊന്നും 10 ലക്ഷം കിട്ടില്ല. എന്നാ വിൽക്കണം, ബാക്കി ഉണ്ടാക്കണം. കാശ് കിട്ടുമ്പോ പുതിയത് വാങ്ങി കൊടുക്കാമല്ലോ. അത് വേണോ? അതിനെന്താ കുഴപ്പം? ആ സ്വർണം നീലിന് അവകാശപ്പെട്ടതല്ലേ. വെറുതെ വീട്ടിലെ അലമാരയിൽ ഇരിക്കുന്നതിലും ഭേദമല്ലേ ഇതുപോലൊരു ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. എന്നാലും സ്ത്രീധനടുത്ത് വിൽക്കാന്നൊക്കെ പറഞ്ഞാ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോ വിൽക്കാനും പണയം വെക്കാനും വേണ്ടി തന്നെയാ പെണ്ണിന്റെ വീട്ടുകാർ സ്വർണം തന്നുവിടുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല. അങ്ങനെ ചെയ്താൽ മതി. വേറെ വഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമല്ലേ? അതാണ്. നീ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. എന്താ? എനിക്ക് കുറച്ച് കാശ് വേണം. 10 ലക്ഷം രൂപ. അത് നീ തരണം. ഞാൻ ഇവിടുന്ന് ഇത്രയും വലിയ തുക? 1000 രൂപയായിരുന്നെങ്കിൽ നീ തരുമായിരുന്നോ? അന്നെൻ്റെ അടുക്കളയിൽ ഒരു വേലക്കാരിയെ പോലെ കഴിഞ്ഞിരുന്ന പെണ്ണിനെ ഞാൻ കിട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. 10 ലക്ഷം പോയിട്ട് 10 പൈസ പോലും എടുക്കാൻ അവളുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നും എനിക്കറിയാം. കാശെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നോട്ടല്ല, സ്വർണ്ണമാ. നിനക്ക് നിന്റെ വീട്ടുകാർ തന്ന ആഭരണങ്ങളുണ്ടല്ലോ, അത് വേണം വിൽക്കാൻ. പേടിക്കൊന്നും വേണ്ട, ഞാനെടുത്ത് നശിപ്പിക്കൊന്നുമില്ല. 1-2 മാസത്തിനകം വേറെ വാങ്ങിത്തരാം. പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ഇവിടെ ആരും അറിയേണ്ട തൽക്കാലം. എന്താ നിന്ന് തിരുവാതിര കളിക്കുന്നത്? അത് കിട്ടിയിട്ട് 100 കൂട്ടം ജോലിയുള്ളതാ. വേഗം പോയി എടുത്തതാ. ക്ഷമിക്കണം, അത് ഞാനെടുത്ത് ദേവപ്രിയയ്ക്ക് കൊടുത്തു. എന്ത്? അവൾക്കൊരു അത്യാവശ്യം. പണയം വെക്കാൻ ചോദിച്ചപ്പോ കൊടുത്തു. 2 ആഴ്ചക്കുള്ളിൽ എടുത്തു തരും. എന്നോട് ചോദിക്കാതെ എനിക്ക് സ്ത്രീധനം കിട്ടിയ സ്വർണം എടുത്ത് നിന്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? അപ്പൊ എനിക്ക് ഈ വീട്ടിൽ അത്ര വിലയുള്ളൂ അല്ലേ? അങ്ങനെ വിചാരിക്കല്ലേ. പെട്ടെന്നെടുത്ത് തരുമല്ലോ എന്ന് കരുതിയാ ഞാൻ. വേണ്ടടി, നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. ഞാൻ വഴക്ക് പറയുമ്പോ ദുഃഖം അഭിനയിക്കാറുണ്ടല്ലോ. ഞാൻ നിന്റെ ഭർത്താവാണെന്ന ബോധം ഇത്തിരിയെങ്കിലും ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് അനുവാദം ചോദിച്ചേനെ. എന്തുപറ്റി നീലെ? എന്താ പ്രശ്നം? ആ സ്വർണ്ണം ഇവിടെ ഇല്ല. അത് ഇവളെടുത്ത് അവളുടെ ദേവപ്രിയക്ക് കൊടുത്തിരിക്കുന്നു, ആരോട് ചോദിക്കാതെ. ഓ, അപ്പൊ അത് ചോദിക്കാനാണല്ലേ അവൾ ഇവിടെ വന്നത്. ഇത്ര സ്റ്റാൻഡേർഡ് ഇല്ലാതായി പോയല്ലോ നീലെ നിന്റെ ഭാര്യ വീട്ടുകാർക്ക്. സ്ത്രീധനം കൊടുത്ത സ്വർണം രഹസ്യമായിട്ട് വന്ന് തിരിച്ചു വാങ്ങിക്കൊണ്ടു പോകുന്നു. ഇത് എവിടത്തെ ഏർപ്പാടാ? കഷ്ടം. ദേവ എടുത്തു തരും. എടുത്തു തരുവോ ഇല്ലയോ അതല്ല ഇവിടുത്തെ പ്രശ്നം. ആരും അറിയാതെ നീ ഇത് എന്തിനെടുത്തു കൊടുത്തു? ഈ വിവരം ഇങ്ങനെ രഹസ്യമാക്കി വെച്ച പറ്റില്ല, എല്ലാവരും അറിയണം. വല്യമ്മേ, വല്ലിച്ച, വല്യമ്മ ഒന്നിങ്ങ് വന്നേ. എന്നാൽ ഇവിടെ ആള് കൊള്ളാലോ. പൂച്ചയെ പോലെ ഇരുന്നിട്ട് കയ്യിലിരിപ്പ് കണ്ടോ? ഹോ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും. അല്ല എന്താ? അറിഞ്ഞോ? സ്ത്രീധനെടുത്ത് ദേ ഇവളുടെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. ഏയ്, ഏട്ടത്തി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നീ ഇവളെ വിശ്വസിച്ചുകൊണ്ട് നടന്നോ? നീല് വന്ന് ചോദിച്ചപ്പോ ഇപ്പൊ സ്വർണ്ണം ഇല്ല. പിന്നെയും ചോദിച്ചപ്പോഴല്ലേ കള്ളി വിളിച്ചു തായത്. പണയം വെക്കാനാണത്രേ കൊണ്ടുപോയത്. 2 ആഴ്ചക്കുള്ളിൽ എടുത്ത് കൊടുക്കും പോലും. ആർക്കറിയാം? കൊടുത്തതൊന്നും അല്ല എന്റെ പ്രശ്നം. ആരോട് ചോദിക്കാതെ ചെയ്തല്ല, കള്ളത്തരമല്ലത്. ഏട്ടാ, അമ്പലത്തില് ഏട്ടന്റെ പേരും നാളും പറഞ്ഞ് വഴിപാടാക്കിയതിന്റെ പ്രസാദമാ പാൽപായസം. എനിക്ക് വേണ്ട.
അല്ലെങ്കിൽ തന്നെ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ നിന്നോടാരാ പറഞ്ഞേ? നാളെ സിനിമയിൽ അഭിനയിക്കാൻ പോവല്ലേ? ആദ്യമായിട്ടൊന്നും അല്ല ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ വന്നിട്ട് ആദ്യമായിട്ടല്ലേ? അതുകൊണ്ട് ദേ വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. അത് കാണുമ്പോ എനിക്ക് തോന്നുന്നത് അർപ്പാ. അല്ലെങ്കിൽ തന്നെ നീ എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങനെയൊക്കെ ചെയ്താ എന്റെ മനസ്സിൽ കയറി പറ്റാതെ നീ കരുതി കാണും. വെറുതെയാ. വഴിപാടല്ല, ഗരുഡൻ തൂക്കം നടത്തിയാലും നിനക്കതിന് സാധിക്കില്ല. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കൊണ്ടുപോത്. എന്നോട് എന്ത് വിരോധം വേണമെങ്കിലും കാണിച്ചോ. അമ്പലത്തിലെ പ്രസാദത്തിനോട് അത് കാണിക്കരുത്. നല്ലൊരു കാര്യത്തിന് വേണ്ടി പോവല്ലേ? ദൈവാനുഗ്രഹം വേണ്ട സമയമല്ലേ? ദൈവാനുഗ്രഹം വേണം, പക്ഷേ അത് നിന്റെ കൈ കൂടെ വേണ്ട. അമ്പലത്തിൽ നീ എന്താ പ്രാർത്ഥിച്ചെന്ന് എങ്ങനെ അറിയാം? ഞാൻ നശിച്ചു പോണേന്ന് പറഞ്ഞാണ് നീ വഴിപാട് നടത്തിയെങ്കിലോ? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നിന്റെ മഹത്വത്തെ കുറിച്ചൊന്നും വിശദീകരിക്കണ്ട. നീ എന്താണെന്നും എങ്ങനെയാണ് ഈ രീതിയിൽ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയെന്നും എനിക്ക് നല്ലോണം അറിയാം. അത് നിനക്കും അറിയാം. അതുകൊണ്ടേ സ്വയം ന്യായീകരിച്ച് വെറുതെ നാറാൻ നിൽക്കണ്ട. ഇത് മുഴുവൻ തേച്ചു വെക്കണം. കൊണ്ടുപോകാനുള്ളതാ. നാളെ രാവിലെ തന്നെ വേണം. ചെയ്യാം. നിനക്കിപ്പോ തോന്നുന്നുണ്ടാവും വഴക്ക് പറയുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ജോലികൾ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടല്ലോ എന്ന്. അതിന്റെ കാരണം വളരെ സിമ്പിളാ. ഞാൻ നിന്നെ ഈ വീട്ടിലെ വെറും ഒരു ജോലിക്കാരിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ജോലിക്കാരികളാണല്ലോ സാധാരണ ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്നത്. സൂക്ഷിച്ച് തേക്കണം. വില കൂടിയ ഡ്രസ്സുകളാ. നബിക്കോ? സ്വാതി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വഴിപാടൊന്നും നടത്തണ്ടെന്ന്. അതിന് മുടക്കിയ കാശ് വെറുതെ ആയി. ഇത് മുഴുവൻ തേക്കാൻ കൊണ്ടുപോവാ? അതെ. ഇങ്ങന്നേക്ക് ഞാൻ ചെയ്തോളാം. വേണ്ട, ഞാൻ ചെയ്യാം. ഇത് ബോക്സിൽ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ തുണിയൊക്കെ ഉരുകിപ്പോവും. പണ്ട് ഞാൻ തന്നെ നീൽ ഇതൊക്കെ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത്. നീ വന്നു കരുതി ആ ശീലൊന്നും മാറ്റേണ്ട കാര്യമില്ലല്ലോ. തന്നെയല്ല, ഒരു കൊല്ലം കഴിയുമ്പോ നീ അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ വേദ വരുന്നത് വരെ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യാൻ. നീ പൊയ്ക്കോ. നാളെ നേരം വെളുക്കുമ്പോ എല്ലാം റെഡി ആയിട്ടിരിക്കും. പൊയ്ക്കോ. സ്വാതി, സ്വാതി, തേച്ചു വെച്ച ഡ്രസ് അവിടെ? ഇപ്പൊ തരാം. ആ ഡ്രസ് എവിടെ? ഏത് ഡ്രസ്? ഇന്നലെ തേക്കാൻ മേടിച്ചില്ലേ? ആര് മേടിച്ചു? ഞാനാണ് അവിടുത്തെ തേപ്പുകാരി. അത് കൊള്ളാം. ഡ്രസ് തേച്ചിട്ടില്ല. നിന്നോടല്ലേ ഇന്നലെ പറഞ്ഞത് തേച്ചു വെക്കണമെന്ന്? ഇപ്പൊ ചെയ്യാം. ഇന്നലെ ചെയ്താൽ എന്തായിരുന്നു? ഗൗരി 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 തേക്കാന്ന് പറഞ്ഞിട്ടാ. ദേ, വെറുതെ എന്നെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എന്റെ ഡ്രസ്സ് തന്നെ ഞാൻ മറ്റാരെങ്കിലും കൊണ്ട് തേപ്പിക്കാറാ പതിവ്. എന്തിനാണിങ്ങനെ നുണ പറഞ്ഞ് എന്നെ മോശക്കാരിയാക്കുന്നത്? സ്വയം ചെയ്യാമെങ്കിൽ പിന്നെ എന്തിനാ ഇതുപോലുള്ള ജോലികളൊക്കെ ഏറ്റെടുക്കുന്നത്? എനിക്ക് ഇറങ്ങേണ്ട സമയമായി. ഇതറിയാവുന്നതുകൊണ്ടാ ഇന്നലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത്. പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാൻ വേറെ വല്ല വഴിയും നോക്കിയാനെ. ഞാൻ ഇനി തേക്കണ്ട. എങ്ങനെ എന്റെ മൂഡ് കളയാന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ഏത് കഷ്ടകാലം പിടിച്ച നേരത്താണോ ഇതിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്? നീലെ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പറയുന്നവർക്ക് നല്ല സുഖമായിരിക്കും, പക്ഷെ കേൾക്കുന്നവർക്ക് അങ്ങനെ ആയിരിക്കില്ല. എനിക്കറിയില്ലായിരുന്നു സർ, ഭക്ഷണം കൊണ്ട് ഇവിടെ വരരുതായിരുന്നു. അത് കഴിഞ്ഞില്ലേ, പിന്നെന്താ? ഏട്ടൻ ഭയങ്കര വിഷമത്തിലാ. അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. ഏട്ടന്റെ സ്വപ്നമായി സിനിമ. അതൊരു കാരണവശാലും മുടങ്ങരുത്.
ഞങ്ങൾ കാരണം സിനിമ മുടങ്ങില്ല. പക്ഷെ നീലിൻ്റെ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സ്വന്തം ഭാര്യയായ സ്വാതിയെ വേലക്കാരിയാണെന്ന് പറയാൻ തോന്നിയ ആ മനസ്സില്ലേ, ആ മനസ്സാ നീലിൻ്റെ പ്രശ്നം. കോംപ്ലക്സ് ഉള്ള ഒരാൾക്ക് കഥാപാത്രമാവാൻ പറ്റില്ല. നല്ല തെളിഞ്ഞ പുഴ കണ്ടിട്ടില്ലേ സ്വാതി? ഒരു നടൻ്റെ മനസ്സ് അതുപോലെ ആയിരിക്കണം. നീതിയുടെ സത്യത്തിൻ്റെയും ഭാഗത്ത് നിൽക്കാത്ത ഒരാൾ എങ്ങനെയാണ് നല്ലൊരു നടനാവുക? നീലിനെ രക്ഷിക്കാൻ നീലിന് മാത്രമേ ആവൂ. അങ്ങനെ പറയരുതേ സർ. ഏട്ടനെ സാർ തിരിച്ചു വിളിക്കണം. അതിന് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീല് പോയത്. നീലിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഞാൻ നോക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. എന്താ സർ? സ്വാതിക്ക് അഭിനയിക്കാൻ അറിയാം. കളിയാക്കല്ലേ സർ? ഇല്ലെങ്കിൽ പഠിക്കണം. സ്വാതി നീലിന്റെ മുമ്പിൽ അഭിനയിക്കണം. എങ്കിലേ നീല് ശരിയാവും. മനസ്സിലായില്ലല്ലേ? ഞാനൊരു സീൻ എഴുതിത്തരാം. അത് അതുപോലെ പഠിച്ച് അവതരിപ്പിച്ചാൽ മതി. നഷ്ടപ്പെട്ട അഭിനയം നീലിന് തിരിച്ചു കിട്ടും. ഏട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. ഗുഡ്. നീയാണ് ഉത്തമയായ ഭാര്യ. എന്താടി ചത്തോന്ന് നോക്കണോ? ചത്തിട്ടില്ല, പക്ഷെ ചാവും. ഇപ്പോഴല്ല, അധികം വൈകാതെ. ചാവുന്നത് ഞാനല്ലേ? ഇനി 11 മാസമുണ്ട് സമയം. നീ ഒന്ന് പോയി തരാവോ? നിന്നെ കാണുന്ന പോലെ എനിക്കിഷ്ടമല്ല. അഭിനയിക്കാൻ പറ്റാത്തോണ്ടാണോ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? മുഖം നന്നാവാത്തേന് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് എന്താ കാര്യം? ഓഹോ, എന്നോട് തർക്കുത്തരം പറയാനും തുടങ്ങിയോ? ആരുടെ മുഖാടി നല്ല അല്ലാത്തത്? എന്റെയോ? എന്താ സംശയം? ഏട്ടൻ അഭിനയിക്കാൻ അറിയില്ല, അതിനുള്ള കഴിവുമില്ല. അതുകൊണ്ടല്ലേ എന്നെ കണ്ടപ്പോ അസ്വസ്ഥനായത്? നല്ലൊരു നടനായിരുന്നെങ്കിലേ എന്നെ എന്നല്ല ആരെ കണ്ടാലും അഭിനയിക്കാതിരിക്കില്ല. അഭിനയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. പഠിച്ചോണ്ടിരുന്നപ്പോ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ഞാൻ. അറിയോ നിനക്ക്? എന്നിട്ടെന്താ ഇപ്പൊ എങ്ങനെ ആവാൻ പറ്റാത്തെ? നാടകവും സിനിമയും രണ്ടും രണ്ടാ. നാടകത്തിലെ നായകന്മാര് സിനിമയിൽ എങ്ങനെ വിജയിക്കാറില്ലല്ലോ. അഭിനയം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. നാടകമായാലും സിനിമയായാലും അഭിനയാണ്. അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ശാസ്ത്രീയമായി തന്നെ പഠിച്ചിട്ടുള്ളവനെ ഞാൻ. എന്നെ നീ പഠിപ്പിക്കാൻ വരല്ലേ? ശാസ്ത്രീയ വശങ്ങൾ അറിയാം. ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഭാര്യയുടെ നിഴല് കണ്ട മുട്ടിടിക്കും. പിന്നെ വരുന്നത് മുഴുവൻ ബബ്ബ ബബ്ബ. നാണോ ഇല്ലല്ലോ നടനാന്നും പറഞ്ഞ് നടക്കാൻ. ഒരു നടൻ ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? ധൈര്യം. ജീവിതത്തിൽ ചങ്കൂറ്റം ഉണ്ടെങ്കിലേ സ്ക്രീനിൽ അത് കാണിക്കാൻ പറ്റൂ. ഏട്ടനെ അതില്ല. അതുകൊണ്ട് അഭിനയൊക്കെ നിർത്തി വല്ല ജോലിക്കും പോവാൻ നോക്ക്. നീ എന്നെ ഇൻസൾട്ട് ചെയ്യണല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാടി. കാണിച്ചു തരേണ്ടത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചീത്ത വിളിച്ചിട്ടല്ല, പോയി അഭിനയിച്ച് തെളിയിച്ചിട്ടാ. ഏട്ടനൊരു നല്ല നടനാണെങ്കിലേ അതാ കാണിച്ചു തരേണ്ടത്. അല്ലാതെ മുറിയിൽ വന്നിരുന്ന് എന്നോട് ഗുസ്തി പിടിക്കുകയല്ല വേണ്ടത്. നീ എന്നെ വെല്ലുവിളിക്കാണോ? വെല്ലുവിളിക്കാനോ? അതും ഏട്ടനെ? അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഏട്ടനെ വെല്ലുവിളിക്കാനും മാത്രം ബുദ്ധിശൂന്യതൊന്നും ഇല്ല എനിക്ക്. ഏട്ടന്റെ റേഞ്ച് എനിക്കറിയാം. അതിനപ്പുറം ഒരിക്കലും പോകാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ വെല്ലുവിളിച്ച് ഞാൻ സ്വയം ചെറുതാവുന്നേ? ഞാൻ അഭിനയിച്ച് കാണിച്ചാലോ? വാ കൊണ്ട് പറയാൻ ആർക്കും പറ്റും. പ്രൂവ് ചെയ്ത് തരാം. ആദ്യം താ, എന്നിട്ട് സംസാരിക്കാം. ശരി, എന്നിട്ടേ ഞാൻ നിന്റെ മുമ്പിൽ വരൂ. പക്ഷെ വന്ന ഇപ്പൊ നീ പറഞ്ഞതിന് മുഴുവൻ ഞാൻ എണ്ണി പകരം ചോദിക്കും.